ലാസ്റ്റ് പറഞ്ഞു കുഴപ്പമില്ല, എന്നാലും ഒരു സമാധാന ആളുകൾക്ക് ഉണ്ടായിക്കോട്ടെ, ഈ ഒരു എപ്പിസോഡാണ് കൊടുത്തേക്ക്. അങ്ങനെ വന്നു നോക്കിയതാ. നമ്മളെന്നും പറയുന്നതാണ് ഇയാൾ വരണം. നൗഷാദിന്റെ ഒരു ഗതികേടാണ് നമ്മൾ ആലോചിച്ച് നോക്കുന്നത്. ഇതിലൂടെ ഇവന്റെ ഏറ്റവും വലിയ ഒരു നിസ്സഹായതയാണ് പാവം മൗലവി പ്രകടിപ്പിക്കുന്നത്. ഇതൊക്കെ ഒന്ന് നിന്നുപോയി നിർത്തിയിട്ടുണ്ട് എന്ന് വെച്ച് സമാധാനിക്കായിരുന്നു നൗഷാദ്. അങ്ങനെ സമാധാനിക്കാൻ ഒരു കാരണം കൂടി ഉണ്ട്. വല മച്ചായിക്കുണ്ടല്ലോ, ഷെയ്ത്താന്റെ ഇൽഹാമിലൂടെ പറഞ്ഞു കൊടുക്കുന്ന മച്ചായിക്ക് പറഞ്ഞു കൊടുത്താണ് പോലെ ഇനി ഗണ്ണനറ്റ് വരൂല, വരണമെങ്കിൽ ഒരു 10,000 ജന്മം കൂടി ജനിക്കണം. അതും കൂടി ഒന്ന് കേൾക്കാം. കുരുവട്ടൂർ ഗണ്ണനൊന്നും പറഞ്ഞു വന്നിട്ടില്ല. അതിനൊന്നൊക്കെ ഓഞ്ഞി 10,000 ജന്മം ജനിക്കണം. അപ്പൊ എന്താണ് ഇതിപ്പോ നൗഷാദ് ഒറ്റക്ക് പറഞ്ഞതല്ലല്ലോ, ഒരു മൈക്കുകളാണല്ലോ, മൈക്കുകള്. അപ്പൊ മൈക്കിന്റെ ബാക്കിൽ വന്ന് പറഞ്ഞത് ഈ മച്ചായിക്കന്മാരാണ്. എന്താണ്, ഇനി വരൂല, വരണമെങ്കിൽ 10,000 ജന്മം ജനിക്കണം, ചുരുങ്ങിയത് 10,000 ജനിക്കണം, എന്നാലപ്പോ ഇനി അടുത്തൊരു ഗണനത്തിന് സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോ മച്ചായിക്ക് പറഞ്ഞത്. അപ്പൊ ആ മച്ചായിക്കിന്റെ വർത്താനം അത് തൂറ്റിപ്പോയി. അങ്ങനെയാണ് നമ്മളെ നൗഷാദ് മൗലവി അയാള് വലിയ വെല്ലുവിളിയേറ്റ് വന്നിരുന്നത്. പക്ഷെ ഇബ്നു തൈമിയക്ക് ഇവരുമായിട്ട് വലിയ ബന്ധമുണ്ട്. കാരണം ഇവർക്കും ഇവരുടെ സന്തത സഹചാരികളും ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രങ്ങളും ഒക്കെ ആയിട്ടുള്ള വഹാബികളും ഇവരുടെയൊക്കെ ആശയ സ്രോതസ്, ആശയത്തിന്റെ വിഷയത്തിൽ ഇവരുടെ ഒരു കോമൺ പിതാവ്, അതാണ് ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയ ആദർശപരമായി ഇവരെ പോലെ തന്നെയാണ്. ആദർശത്തിന്റെ കാര്യത്തിൽ യാതൊരു സ്ഥിരതയില്ല. പണ്ഡിതന്മാർക്കിടയിൽ ഉത്തരം മുട്ടിയ പറയും, എഴുതി കൊടുക്കാനും ഒരു മടിയില്ല. ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി മാപ്പ് എഴുതി കൊടുത്തു എന്നൊക്കെ പറയും പോലെ എഴുതി കൊടുക്കാനും യാതൊരു മടിയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും മാറും. അപ്പോൾ ഈ കുരുവട്ടൂരുകളെ പോലെ തന്നെ ഇബ്നു തൈമിയുമായിട്ട് ആശയത്തില് ഇബ്നു തൈമിയുടെ അതേ പാന്താവ് പിന്തുടരുന്നവരാണ് വഹാബികളും അതുപോലെ കുരുവട്ടൂരികളും. വഹാബികളും എത്ര തവണ അവരുടെ തൗഹീദ് മാറ്റി, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം എത്ര മാറ്റി. അതുപോലെ തന്നെയാണ് കുരുവട്ടൂരികളും. ഇന്ന് പറഞ്ഞതായിരിക്കില്ലല്ലോ നാളെ പറയുന്നത്. അപ്പൊ ഇബ്നു തൈമിയന്റെ വിഷയത്തില് പണ്ഡിതന്മാർക്കെതിരെ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കെതിരെ കുറച്ച് കുപ്രചാരണങ്ങൾ നടത്തിക്കളയാം എന്നാണ് ഇവരുടെ ധാരണ. അത് വഹാബികളുമായിട്ടുള്ള ഒരു അന്തർധാരയുടെ ഭാഗമാണ്. പക്ഷെ അതിലും രക്ഷയില്ല എന്നുള്ളതാണ് മൗലവിമാര് തിരിച്ചറിയുന്നത്. ഇന്നലെ സത്യത്തിൽ അയാൾ വന്നത് പേരോടിനെ ഗണ്ണിക്കാനാണ്, നമ്മളല്ല. പേര് കുരുവട്ടൂർ ഗണ്ണനം എന്നൊക്കെ ആണെങ്കിലും യഥാർത്ഥത്തിൽ ഗണ്ണനം പേരോടിനോടാണ്. പേരോട് തൗബ ചെയ്തെന്ന് പറഞ്ഞു പോയതാണല്ലോ. ഇയാൾ പറയുന്നുണ്ട് ആ തൗബ ശരിയല്ല. അങ്ങനെ തൗബ ചെയ്തു എന്ന് എങ്ങനെ നമ്മൾ പറയും? അതിനുശേഷം അയാൾ പിന്നെയും ജയിലിലായിട്ടുണ്ട്. ആ കാലത്ത് ആരും അത് അംഗീകരിച്ചിട്ടില്ല. തൗബ ചെയ്തു എന്ന് പറയാൻ പാടില്ല. ഇതന്നല്ലേ നമ്മളും പറയുന്നത്. കളവ് മാത്രം പറഞ്ഞ് ശീലിച്ചവന് പിന്നെ സത്യം പറയാൻ കഴിയൂല. അതിനുവേണ്ടി ശ്രമിച്ചാലും എനിക്ക് തോന്നുന്നത് ആ നിലയ്ക്ക് കളവിന്റെ പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട്, സത്യം പറയാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ഈ നൗഷാദ് ഇങ്ങനെ കളവ് പറയുന്നത്. സാധാരണഗതിയില് പണ്ടത്തെ ആളുകളൊക്കെ പറയാറുണ്ട്, അരി കൊണ്ട് കഞ്ഞി വെക്കുമ്പോഴാണ് കല്ല് തിരയേണ്ടത്. ഇത് കഞ്ഞി വെക്കുന്നത് തന്നെ കല്ലുകൊണ്ടാണെങ്കിൽ പിന്നെ കല്ലുണ്ടോ നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നതുപോലെയാണ് നൗഷാദിന്റെ പ്രസംഗങ്ങൾ. കളവ് കൊണ്ടാണ് മുഴുവൻ, പിന്നെ അതിൽ കളവ് പ്രത്യേകം തിരയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിലിപ്പോ ഇവൻ ഒരുപാട് കളവാണ്. ഈ ചെറിയ ഒരു ക്ലിപ്പിൽ തന്നെ എത്ര കളവാണുള്ളത്. പേരോട് ഉസ്താദ് അങ്ങനെ പറഞ്ഞു പോവുക ചെയ്തത്. ഇബ്നു തൈമിയ തൗബ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക ചെയ്തത്. ഒരു 4-5 മിനിറ്റ് കൊണ്ട് ഇബ്നു തൈമിയന്റെ വിഷയത്തിൽ ഇബ്നു തൈമിയ തൗബ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പോവുക ചെയ്തത്. അങ്ങനെയാണല്ലോ ഇപ്പൊ നൗഷാദ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ ആ പ്രസംഗം കൃത്യമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യം കിട്ടും. അപ്പൊ അതൊക്കെ മറച്ചു വെച്ച് പച്ചക്കളവാണ് പറയുന്നത്. പിന്നെ എൻ്റെ പേരിൽ അടുത്ത കളവ്.
ഞാനെന്താ പറഞ്ഞത്? ഇബ്നു തൈമിയ പിന്നെ തൗബ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. തൗബ ചെയ്തിട്ടുണ്ട്. തൗബ ചെയ്തത് നിങ്ങളെപ്പോലെയാണ്, വഹാബികളെ പോലെയാണ്. വഹാബികൾ കുടുങ്ങുമ്പോൾ പിന്നെ ആശയം മാറ്റി പറയുന്നത് പോലെ മാറ്റിപ്പറഞ്ഞ ഒരു സാധനമാണ്. അങ്ങനെ തന്നെയല്ലേ? അതിനെതിരെയാണോ പേരോട് ഉസ്താദ് പറഞ്ഞത്? ഇബ്നു തൈമിയ ആ തൗബ ചെയ്തു, പിന്നെ അയാൾ ആ തൗബയിൽ ഉറച്ചു നിന്നു, എന്നിട്ട് അയാൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ കിതാബ് രചിച്ചു എന്നൊക്കെ പേരോട് ഉസ്താദ് പറഞ്ഞിരുന്നോ? പേരോട് ഉസ്താദ് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. പേരോട് ഉസ്താദ് പറഞ്ഞത് ഇമാമുകൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതി വെച്ച ഉദ്ധരണികൾ വായിക്കുകയാണ് ചെയ്തത്. അത് പുതിയ കാലത്ത് അതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. എന്താണത്? വഹാബികൾ ഇബ്നു തൈമിയയെ കുറിച്ച് പിന്നെ ചില ആരോപണങ്ങൾ പറയും. എന്താ? സുന്നികൾ ഇബ്നു തൈമിയയെ കുറിച്ച് പക്ഷപാതിത്വപരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇബ്നു തൈമിയയെ വിമർശിച്ച ഇമാമുകൾ, ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പ്രത്യേകിച്ചും ഇവർ പറയും അതൊക്കെ പക്ഷപാതിത്വപരമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇബ്നു തൈമിയയുടെ നല്ല വശങ്ങളും അദ്ദേഹത്തിന്റെ കഴിവുകളും പിന്നെ ഈ വിമർശിക്കുന്നവർ പറയാറില്ല. ഇബ്നു തൈമിയ വലിയ പണ്ഡിതനായിരുന്നു, അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പേര് മദ്ഹ് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഇവർ മൂടി വെക്കുകയാണ് ചെയ്യാറുള്ളത് എന്ന് വഹാബികൾ പറയാറുണ്ട്. അപ്പൊ ഞാൻ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവിടെ ഊന്നി പറഞ്ഞൊരു വിഷയം അത് തന്നെയാണ്. ഒരാളോടും ഇബ്നു തൈമിയയോട് എന്നല്ല ഒരാളോടും പക്ഷപാതിത്വപരമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളാണെങ്കിലും മറ്റു ഇമാമുകളാണെങ്കിലും പിന്നെ ഇബ്നു തൈമിയയുടെ പിന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള നിലപാട് പറയുമ്പോൾ അദ്ദേഹത്തെ മദ്ഹ് പറയേണ്ട ഭാഗങ്ങൾ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽ അബദ്ധം പറ്റിയതിനെ കുറിച്ച് അത് കൃത്യമായിട്ട് വിമർശനം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഇബ്നു തൈമിയ വിശ്വാസപരമായി പേഴ്ച പോയ ആളാണ് എന്ന് പറയലോടൊപ്പം അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം തൗബ ചെയ്തു എന്ന ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ഭാഗം മാത്രം അല്ല ഇമാമുകൾ പറഞ്ഞത്. അപ്പൊ അയാൾ വലിയ പണ്ഡിതനാണ് എന്നതുകൊണ്ട് അയാളുടെ തെറ്റ് തെറ്റല്ലാതെയായി മാറുന്നില്ല. അതുപോലെ പിന്നെ ഇമാമുകൾ പറഞ്ഞത് എന്താണോ അതുപോലെ നമ്മൾ പറഞ്ഞാൽ മതി. ഇമാമുകൾ വിമർശിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഇബ്നു തൈമിയയുടെ അബദ്ധങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അബദ്ധങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഇമാമുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ മതി. നമ്മളെ വകയിലെ ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്നാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. ആ ഭാഗം ഒന്ന് കേൾക്കാം നമുക്ക്. അദ്ദേഹത്തിന് ചില ചർച്ചകളിലൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ചൂടായ ചിലപ്പോൾ അയാൾ പല സംഗതിയും പറയുമ്പോൾ ചിലപ്പോൾ റെഡി ഉണ്ടാവില്ല എന്നൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. അത് ദഹബിൻ്റെ കിതാബിൽ ദഹബിയും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയാമെന്നല്ലാതെ നമ്മളെ വകയിൽ നമ്മളെന്തിനാ വെറുതെ അദ്ദേഹത്തെ പറഞ്ഞ് നമ്മളയാൾ കണ്ടിട്ടുമില്ല, അയാൾ ശബ്ദം കേട്ടിട്ടുമില്ല, നമ്മളയാൾ ഇവിടെ ചായ കുടിച്ചിട്ടില്ല, കാപ്പിയും കുടിച്ചിട്ടില്ല, പിന്നെ നമുക്ക് എന്താണെന്ന് പറയേണ്ട ആവശ്യം? ഇമാമിയങ്ങൾ അവരുടെ കിതാബിൽ പറഞ്ഞത് നമ്മൾ എടുത്ത് ഉദ്ധരിക്കുക എന്നതിൽ കവിഞ്ഞ് നമ്മളെ വകയിൽ പറയേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ലല്ലോ. അത് വ്യക്തല്ലേ? ഇമാമുകൾ അവരുടെ കിതാബുകളിൽ ഉദ്ധരിച്ച കാര്യങ്ങൾ, ഇബ്നു തൈമിയയെ കുറിച്ചുള്ള കാര്യങ്ങൾ, അത് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞാൽ മതി. നമ്മളെ വകയിൽ സ്വന്തമായിട്ട് ഇബ്നു തൈമിയയെ കുറിച്ച് എന്നല്ല ആരെക്കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല എന്ന സുന്നത്ത് ജമാഅത്തിന്റെ വളരെ മധ്യമ നിലപാടാണ് അവിടെ പറഞ്ഞത്. അവിടെ ഇഫ്രാത്തും ഇല്ല, തഫ്രീത്തും ഇല്ല. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഇബ്നു തൈമിയയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയയെ കുറിച്ച് അയാളുടെ ശിഷ്യൻ തന്നെയായ ദഹബി അയാൾ ഭയങ്കര മുതകബ്ബിറായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ മതി. നമ്മളെ വകയിൽ ഒന്നും സ്വന്തമായിട്ട് എടുത്ത് പറയേണ്ടതില്ല എന്നാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. അതിന് ഇവന്മാരെന്ത് ചെയ്തു? കളവ് പറഞ്ഞിട്ട് ഇബ്നു തൈമിയ തൗബ ചെയ്തു എന്ന് പറഞ്ഞ് പോയി പേരോട് എന്നല്ലേ ഈ മൗലവി കളവ് പറഞ്ഞത്? എന്ന് മാത്രം കളവുകളാണ് ഇവർ പറയുന്നത്. പേരോട് ഉസ്താദിന്റെ ആ പ്രസംഗം ശരിക്ക് കേൾക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, കളവ് പറഞ്ഞ് ശീലിച്ചു, കളവിലായി ജീവിച്ചു, കളവിൽ തന്നെ തുടരുന്നു. അങ്ങനത്തെ കക്ഷികൾക്ക് കളവ് എന്നത് ഒരു പുതിയ കാര്യമല്ല. പിന്നെ ഈ ഇബ്നു തൈമിയ അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു, അയാൾ പിന്തുടരപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്ന തരത്തിലാണ്
നമ്മൾ പറയുന്നത് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അത് തന്നെയാണ് വഹാബികളും പറഞ്ഞു വരുന്നത്. വഹാബികള് അടുപ്പും കല്ല് കൂട്ടിയിട്ട് ഇരുന്ന് പറഞ്ഞ വിഷയം അത് തന്നെയാണ്. അങ്ങനെയല്ല. വാസ്തവത്തിൽ ഇബ്നു തൈമിയ എന്ന് പറയുന്നത് അയാൾ ഒരു പണ്ഡിതനായിരുന്നു. അതിപ്പോ ഈ കുരുവട്ടൂരി മൗലവിമാർ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് പാണ്ഡിത്യം ഇല്ലായിരുന്നു എന്ന് ആരും പറയുന്നില്ലല്ലോ. അതുകൊണ്ട് അയാൾക്ക് ഒരുപാട് തസ്നീഫാത്തുകളുണ്ട്, നല്ല പാണ്ഡിത്യമുണ്ട് എന്നതുകൊണ്ട് അയാൾ പറഞ്ഞ വിശ്വാസപരമായ അബദ്ധത്തെ ന്യായീകരിക്കാൻ അത് കാരണമല്ല. അയാൾ വലിയ ആളാണെന്ന് വിചാരിച്ച് അയാൾ പറഞ്ഞ അബദ്ധം തന്നെയാണ്. അതിനെ നമ്മൾ ഒരിക്കലും പിന്തുടരാൻ പാടില്ല. അത് തെറ്റാണ്. അതിൽ അദ്ദേഹത്തിന് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ആ പിഴവ് ഇമാമുകൾ തുറന്ന് എഴുതിയിട്ടുണ്ട്. അത് അബദ്ധമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞത്. ആ ഭാഗം ഒന്ന് കേൾക്കി. അതിൽപ്പെട്ട ഒരു അബദ്ധമായിരിക്കാം ആ സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരു അബദ്ധമായിരിക്കും. നമ്മൾ അബദ്ധത്തെയല്ലല്ലോ പിന്തുടരേണ്ടത്, സുബദ്ധത്തെയല്ലേ പിന്തുടരേണ്ടത്. അതുകൊണ്ട് അബദ്ധത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇബ്നു തൈമിയ വലിയ ആളാകുന്നു, വലിയ വിവരമുള്ള ആളാകുന്നു എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല. എത്ര വലിയ ഏത് ആനയും ചിലപ്പോൾ അടിതെറ്റിയാൽ ആനയും എന്താവുന്നേനു വീഴും. മനസ്സിലായത്? ആനല്ലേ എന്നുണ്ട് കാര്യം ഉണ്ടാവില്ല. എന്താ പറഞ്ഞത്? അയാള് വലിയവനാണ് എന്നത് അയാളുടെ അബദ്ധത്തെ ന്യായീകരിക്കാനുള്ള കാരണമാക്കരുത്. അബദ്ധം തന്നെയാണ്. തെറ്റിനെ ന്യായീകരിക്കുന്നത് ഇബ്നു തൈമിയ പറഞ്ഞത് തെറ്റന്നെയാണ്. ആ തെറ്റ് അത് ന്യായീകരിക്കാൻ അയാളുടെ പാണ്ഡിത്യം വെച്ചുകൊണ്ട് മൂടി വെക്കാൻ കഴിയൂല. അത് പറയാനുള്ള കാരണം ഈ കുരുവട്ടൂരികളുടെ സഹചാരികളായ വഹാബികൾ പറയും ഇബ്നു തൈമിയ വലിയ പണ്ഡിതനാണ്, അയാളെ കുറിച്ച് ഇന്ന ഇമാം ഇന്നത് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇമാം ഇന്നത് പറഞ്ഞിട്ടുണ്ട്. എന്തിനായി പറയുന്നത്? ഇബ്നു തൈമിയ പറഞ്ഞ അബദ്ധമല്ല, അത് സ്വീകരിക്കേണ്ടതാണ്, അയാൾ വലിയ പണ്ഡിതനാണ് എന്ന് പറഞ്ഞിട്ട് ഇബ്നു തൈമിയ പറഞ്ഞു വെച്ച അബദ്ധങ്ങളെ ഇവിടെ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി വഹാബികൾ ചെയ്യുന്ന ഒരു തട്ടിപ്പായിരുന്നത്. അതിനെയാണ് പേരോട് ഉസ്താദ് വളരെ കൃത്യമായിട്ട് അർത്ഥസംഖ്യക്കടമില്ലാത്ത വിധം പറഞ്ഞു വെച്ചത്. അയാളുടെ പാണ്ഡിത്യമുണ്ട് എന്ന് കരുതി അയാൾ എന്തെങ്കിലും വിവരക്കേടോ അല്ലെങ്കിൽ പ്രമാണവിരുദ്ധമായ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ വകുപ്പില്ല, അത് അബദ്ധം തന്നെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞതിൽ എവിടെയാ പ്രശ്നമുള്ളത്? ഇത് ഇമാമുകൾ കാലങ്ങളായി ചെയ്യുന്ന കാര്യം തന്നെയല്ലേ. ഇബ്നു തൈമിയ എന്നല്ല ഒരാളെക്കുറിച്ചും പക്ഷപാതിത്വപരമായ ഒരു നിലപാടും സ്വീകരിക്കാറില്ല. അയാൾക്ക് കുറച്ച് പോസിറ്റീവ് വശം ഉണ്ടെങ്കിൽ ആ പോസിറ്റീവ് വശം പറയലോടൊപ്പം അയാളിലുള്ള പ്രശ്നങ്ങളും പറയും. അപ്പൊ പുതിയ കാലത്ത് നമ്മുടെ കയ്യിൽ കിതാബ് കിട്ടാനും നഖല് കിട്ടാനൊക്കെ വളരെ എളുപ്പമായ സാഹചര്യത്തിൽ വളരെ അക്കാഡമിക്കലായിട്ട് ഇബ്നു തൈമിയയെ കുറിച്ച് പഠിക്കാൻ ഒരാൾ മുന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ അപ്പോൾ അയാള് സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമുകൾ തന്നെ ഇബ്നു തൈമിയയെ കുറിച്ച് അയാൾ പണ്ഡിതനായിരുന്നു, അയാൾക്ക് ഒരുപാട് തസ്നീഫാത്ത് ഉണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള മദ്ഹിന്റെ വാചകങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ മൂടി വെച്ചിട്ടാണല്ലോ ഈ സുന്നി പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തുന്നത് എന്ന് പുതിയ കാലത്ത് ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ വരാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്, അതോടൊപ്പം ഇബ്നു തൈമിയ വേച്ച ആളാണ് എന്നും ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴേ ആ വിശദീകരണം പൂർണ്ണമാവും. അപ്പോൾ ഒരു കാലോചിതമായിട്ടുള്ള ഒരു വിശദീകരണമാണ് പേരോട് ഉസ്താദ് നടത്തിയത്. ഇതിനെ വക്രീകരിക്കാനാണ് കുരുവട്ടൂരികൾ കടന്ന് ശ്രമിക്കുന്നത്. കാരണം ഒരിക്കലും സത്യത്തിൻ്റെ കൂടെ ഇവരില്ലാത്തത് കൊണ്ട്, ഇവർക്ക് നിർദ്ദേശം നൽകുന്ന പിശാചുക്കൾക്ക് സത്യവുമായി യാതൊരു കൂറുമില്ലാത്തത് കൊണ്ട് എപ്പോഴും ഈ ദുർവ്യാഖ്യാനവും കളവും വഞ്ചനയുമായിട്ട് നടന്നു വരികയാണ്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും ഇനി ഒരിക്കലും കുരുവട്ടൂർ ഖണ്ഡനം ഉണ്ടാവൂല എന്ന് സമാധാനിച്ചു. അങ്ങനെ മച്ചായിക്കന്മാരുടെ നിർദ്ദേശം കേട്ട് സമാധാനിച്ചിരിക്കുന്ന കുരുവട്ടൂരികൾ ഇപ്പം ആകെ അങ്കലാപ്പിലാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.